ബിഗ് ബോസിനകത്ത് പാവശാസ്ത്രം ടാസ്ക് കിടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയിൽ ശാരീരികമായിട്ട് ഫിസിക്കൽ അസോൾട്ട് ശരിക്കും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അക്ബറിന്റെ ശരീരം ഇങ്ങനെ നമ്മുടെ അനുമോളുടെ ശരീരത്ത് പ്രസ് ചെയ്ത് അനുമോളുടെ ശരീരത്ത് ചോരയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടെ വീണ്ടും രണ്ടാമത് ആദ്യത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് കുറച്ച് പേർക്ക് പാവയുടെ വിവിധ പാങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തത് വരാൻ പോവുകയാണ്. അപ്പൊ അവിടെ ആ ബാരിക്കേഡിന്റെ മുമ്പിൽ എല്ലാവരും കൂടെ നിരന്ന് നിൽപ്പുണ്ട്. അവിടെ നല്ല വഴക്ക് സംസാരം നടക്കുന്നുണ്ട്. നമ്മുടെ അനീഷേട്ടനടുത്ത് അക്ബർ പറയുന്നുണ്ട്, അല്ല അക്ബറിനോട് അനീഷേട്ടൻ പറയുന്നു, എന്റെ ശരീരത്തിൽ ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാലും കൈ ഇവിടെ കിടന്ന് ഉരുളുമെന്ന് പറയും. നീ ശരിക്കുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. നീ എന്റെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അത്ര എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തുകയാണ് അവിടെ നടക്കുന്നത്. നല്ല ഭീഷണിപ്പെടുത്തി നടക്കുന്നുണ്ട്. അനീഷാണ് കരുതി കൂട്ടി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അനീഷിന് നല്ല ഒരുപാട് പാവകളും പാവയുടെ പാർട്സുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അന്നേരം അതിനെ മനസ്സിലായിക്കൊണ്ട് അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പൊ ഇവിടെ എന്ത് നടക്കാൻ പോവാന്ന് പറയുന്നത് എക്സ്ചേഞ്ച് മേള നടക്കുമെന്ന് പറയുന്നുണ്ട്. ഗ്രൂപ്പ് കളി നടക്കാൻ പോകുന്നെന്നും അനീഷ് അവിടെ പറയുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അക്ബർ അവിടെ നിന്നുകൊണ്ട് അക്ബർ അനുമോളുടെ ശരീരത്ത് പ്രസ് ചെയ്തു. അങ്ങനെ അനുമോൾ പ്രസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ശരീരത്തോട്ട് വീണു. അതുകൊണ്ട് അനുമോൾക്ക് പരിക്ക് പറ്റി. അത് രീതി എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അനീഷിന്റെ ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മുടെ അനീഷ് നമ്മുടെ അക്ബറിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ശരിക്കുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല, എന്റെ ദേഹത്ത് നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ നീ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട്. നീ അല്ല ആര് വന്നാലും എന്നെ മാറ്റാൻ പറ്റത്തില്ലെന്നൊക്കെ അനീഷ് അവിടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആദിൽ അവിടെ പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ മനസ്സിളക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മ നല്ല രീതിയിൽ ഗെയിം നടക്കുന്നു കേട്ടോ. ഭയങ്കരമായ അടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. അനുമോളുടെ മുഖമൊക്കെ കയറി ചുമന്ന് ഫേസിലൊക്കെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ ഇപ്പം അവരുടെ പാർട്സുകൾ നല്ല രീതിയിൽ കിട്ടിയിരിക്കുന്ന ലിവിന് കിട്ടിയിട്ടുണ്ട്, ആര്യന് കിട്ടിയിട്ടുണ്ട്, അക്ബറിന് കിട്ടിയിട്ടുണ്ട്, അനീഷിന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഈ ലക്ഷ്മിക്കൊക്കെ നല്ലതുപോലെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് പാവകളാക്കി കൊടുക്കുന്നതാണ് ടാസ്ക് എന്ന് പറയുന്നത്.